ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറഞ്ഞോളൂ, എന്താണ്? അത് പിന്നെ ഡോക്ടർ, ശ്യാമയുടെ ചേച്ചി ശാലിനി പ്രസവിച്ച കുട്ടിയാണോ? സത്യ നൂർജഹാനെ രക്ഷിക്കുന്നതിനിടയിൽ നസീറിനെ വിഷ്ണുവേട്ടൻ ഇല്ലാതാക്കിയിരിക്കാം എന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അന്ന് നടന്നിട്ടുണ്ടോ ശാരദാമ്മേ? എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ പെടാപ്പാടൊക്കെ കെട്ടി ആടുന്നത്. നീ ഈ പറയുന്ന നൂർജഹാനെയും കൊണ്ട് എന്ന് ഈ വീട്ടിൽ വന്നു കയറിയോ അന്നു മുതൽ ഈ വീടിനും വീട്ടിലുള്ളവർക്കും കഷ്ടകാലം തുടങ്ങിയതാ. പോലീസുകാരായിട്ടും ആ പെണ്ണിന്റെ വീട്ടുകാരായിട്ടും കയറി ഇറങ്ങുന്നത് പോട്ടെ, അവര് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഞങ്ങൾ നൽകുന്നുമുണ്ട്. എന്നിട്ടും മതിയാവാഞ്ഞിട്ടാണോ ഒരു തെറ്റും ചെയ്യാത്ത പാവ വിഷ്ണുവിനെ കൂടെ ഇതിനകത്തോട്ട് വലിച്ചഴക്കുന്നത്? അത് പിന്നെ ശാരദാമ്മ, എന്തായാലും വിഷ്ണുവേട്ടനോടൊന്ന് കരുതിയിരിക്കാൻ പറ. ഒരൊറ്റൊരാളെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഓടിപ്പാഞ്ഞ് നടക്കുവാ അബൂബക്കർ. എന്നെ കെട്ടിയിട്ട് ഒരുപാട് തല്ലി. അവര് വിഷ്ണുവേട്ടനെ പൊക്കും. അവരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാ. ആ, ബാലേന്ദ്രനങ്ങളാ. ആ, ഹലോ മംഗളെ. ഈശ്വര, ഒരു തെറ്റും ചെയ്യാത്ത വിഷ്ണു ഇതിലെ ബലിയാടാൻ പോവുകയാണല്ലോ. എങ്ങനെയാ അവനെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കാൻ പറ്റുക? അവിടെ ചെന്നാലുവേ ദേഹം അനങ്ങുന്നതിൽ ഒരു കാര്യവും ചെയ്യരുത് കേട്ടോ. അവിടെ പിന്നെ പപ്പിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മയല്ലേ. പപ്പിയും ഒരു കാര്യത്തിലും എന്നെ ബുദ്ധിമുട്ടിക്കാറില്ല. ഇനിയിപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒട്ടും ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ വരുമ്പോ ഡോക്ടറുമായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വേറെ ഏതോ കുട്ടികളുടെ കാര്യമാണെന്ന് പറഞ്ഞത് എന്നിൽ നിന്നും എന്തോ മറയ്ക്കാനല്ലേ? എന്തോ രഹസ്യം ഇവൾ എന്നിൽ നിന്നും ഒളിക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞിട്ടേ ഇന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഡോക്ടറെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അറിയണം. എന്താ സത്യമേ? സത്യമേ എന്താ ആലോചിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബില്ലടയ്ക്കാൻ പോയ രോഹിത്തിനെ കണ്ടില്ല. അല്ല, അതിപ്പോ അവിടെ തിരക്കായിരിക്കും, അതാ വൈകുന്നേ. എല്ലാ കണക്കുകളും കൂട്ടിക്കഴിച്ചൊക്കെ എടുക്കണ്ടേ? ഡോക്ടർ വന്നതിന്റെയും നഴ്സുമാർ കുത്തിവെച്ചതിന്റെയും അറ്റൻഡർമാർ സ്ട്രെച്ചർ തള്ളിയതിന്റെ വരെ സർവീസ് ചാർജ് എഴുതി പിടിപ്പിക്കണ്ടേ? അതൊക്കെ കൂട്ടിക്കഴിച്ച് വരുമ്പോ ഇത്ര സമയം പിടിക്കും. ആ, പിന്നീട് പെട്ടെന്ന് നടക്കുന്ന കാര്യമുണ്ടേ. നമ്മൾ കൊടുക്കുന്ന കാശ് വാങ്ങി വേഗം പെട്ടിയിലിട്ടിട്ടേ നമ്മളിവിടുന്ന് പെട്ടെന്ന് പുറത്തേക്ക് വിടാൻ നോക്കുവേ. എന്നാലല്ലേ അവർക്ക് അടുത്ത ആളിനെ ഇവിടെ കയറ്റി കിടത്താൻ പറ്റൂ. വന്നല്ല, ബില്ലടച്ചു. അച്ഛനും അമ്മയും പോകുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ ഇറക്കിക്കൊള്ളാം. ആ, അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ ഇനിയിപ്പം വേറെ ഓട്ടോ എടുക്കേണ്ടി വന്നേ. അയ്യോ, അത് വേണ്ട. ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തൂടെ കയറാനുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ മാലതിയുടെ വീട്ടില്. എന്തായാലും ഇന്നത്തെ ദിവസം പോയി നമുക്കേ അവിടെ കൂടി ഒന്ന് കയറിയിട്ട് പോവാം. അല്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഭാമി കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. അത് പിന്നെ ഇത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആവുന്ന ഞാൻ ഓർത്തോ. ഏതായാലും ഇവര് പൊയ്ക്കോട്ടെ രാഘവേട്ട, നമുക്കേ സാവധാനം പോകാം. ആ, അവരോട് ഒരുമിച്ച് അങ്ങ് പോയാൽ മതിയായിരുന്നു. ചുമ്മാതെ ഇനിയിപ്പോ ആരെ കാണാനാ? എനിക്കേ ചിലരെയൊക്കെ ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനുണ്ട്.
എന്നിട്ടേ ഞാൻ വരുന്നുള്ളൂ. ഇനിയിപ്പോ ഇവിടുന്ന് ആരെ കുറിച്ച് എന്തറിയാനാ? നമ്മൾ ആരുടെ രോഗം അറിയാനാണോ വന്നത്? അവർ ഡിസ്ചാർജായി വീട്ടിൽ പോവുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ നിൽക്കുവോ? എന്റെ ഭാമയെ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. രാഘവേട്ടൻ തൽക്കാലം താണ്ട് അവിടോട്ടൊന്ന് ഇരിക്കേ. ഞാൻ ആ ഡോക്ടറോട് ഒരു കാര്യം ചോദിച്ചറിഞ്ഞിട്ട് വരാം. ഭാമേ, എന്താ രാഘവേട്ട? എന്തുവാ നിന്റെ പ്രശ്നം? ദേ, എന്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ എനിക്ക് യഥാർത്ഥ സത്യങ്ങൾ അറിയണം. ആ, അത് ഞാൻ അറിയാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. രാഘവേട്ടൻ അവിടോട്ട് ഇരിക്കേ. ഞാനിപ്പോ വരാം. അങ്ങോട്ട് ഇരിക്കും ഞാൻ ഇരുന്നോളാം. പോ. ഇരിക്കേ. ഓ, അവിടെ തന്നെ ഇരുന്നോണം. ആ, എന്തു സത്യോ? എന്തോ സത്യം? ഹാ, അവക്കറിയാം. പക്ഷേ പ്രസവിച്ചത് ഇരട്ട കുട്ടികളാണെന്നൊക്കെ രോഹിത്തിനറിയാം. എല്ലാ കഥകളും രോഹിത്ത് അറിയുകയും ചെയ്തു. ഡോക്ടർ, അകത്തേക്ക് വരാവോ? യെസ്, കമിൻ. ഇരിക്കൂ. എന്നെ ഡോക്ടർക്ക് മനസ്സിലായോ? പിന്നില്ലേ, എനിക്കെന്റെ പേഷ്യൻസിനെയും അവരുടെ ബന്ധുക്കളെയും അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. ഡോക്ടർ, ഞാൻ ശ്യാമയെ കാണാൻ വേണ്ടിയാ വന്നത്. അപ്പോഴാ ശ്യാമയുമായി സംസാരിച്ചു നിൽക്കുന്ന ഡോക്ടറെ ഞാൻ കണ്ടത്. ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. പറഞ്ഞോളൂ, ഞാനല്പം തിരക്കിലാണ്. എങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാ. പറഞ്ഞോളൂ, എന്താണ്? അത് പിന്നെ ഡോക്ടർ, ശ്യാമയുടെ ചേച്ചി ശാലിനി പ്രസവിച്ച കുട്ടിയാണോ? സത്യ? ഡോക്ടറാണോ ശാലിനി നോക്കിയിരുന്നത്? എനിക്കത് അറിയണം ഡോക്ടർ. പറയണം ഡോക്ടർ. ഡോക്ടർ, ആ രേഷ്മയ്ക്ക് പെട്ടെന്നൊരു ബ്ലീഡിംഗ്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുക. ഡോക്ടർ പെട്ടെന്നൊന്ന് വരണം. ഇമ്മീഡിയറ്റ് ആയി ഡോക്ടർ മാലതിയെ കൂടി വിളിക്കേ. ഞാനിതാ എത്തി. സോറി, നമുക്ക് പിന്നീട് സംസാരിക്കാം.